ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്ന് കോടതിയെ അറിയിച്ചു. നടപടി കുറുപ്പുംപടിയിൽ ബാറിൽ കയറി ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട് പൾസർ സുനിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യം. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ മരിച്ചവരുടെ പൊതുദർശനം തുടരുകയാണ്. ലത്തീഫ്, സാജിദ, സൽമ ബീവി എന്നിവരുടെ മൃതദേഹങ്ങൾ ചുള്ളാളത്തെ വീട്ടിലും സഫാന്റെ സഹോദരൻ അഫ്സാന്റെ മൃതദേഹം പെരുമലയിലെ വീട്ടിലും പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നു. അതിനുശേഷം പാങ്ങോട് മദ്രസയിൽ സംസ്കരിക്കും. സുഹൃത്ത് ഫർസാനയുടെ മൃതദേഹവും സംസ്കരിച്ചു. സൂര്യഗായത്രി ഈ സംസ്കാര ചടങ്ങിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. സൂര്യഗായത്രി. സഫാന്റെ പെൺസുഹൃത്തായിട്ടുള്ള ഫർസാനയുടെ സംസ്കാര ചടങ്ങുകളാണ് ആദ്യം നടന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ചുള്ളാളത്തെ വീട്ടിൽ ലത്തീഫിന്റെയും അതുപോലെ തന്നെ സാജിദയുടെയും സൽമ ബീവിയുടെയും പൊതുദർശനം നടക്കുന്നുണ്ട്. ഈ സഫാന്റെ സഹോദരന്റെ പൊതുദർശനം പെരുമലയിലെ വീട്ടിലാണ് നടക്കുന്നത്. ഈ പൊതുദർശനത്തിന് 100 കണക്കിന് ആളുകളാണ് എത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പോഴും ആ നാടിൽ നടുക്കം വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതാണ്. ഈ സഫാൻ എന്നൊരു ചെറുപ്പക്കാരന്റെ ഭാഗത്തു നിന്ന് ഇത്രയും വലിയ ഒരു അതിക്രൂരമായിട്ടുള്ള ഒരു പെരുമാറ്റം ഉണ്ടാകും എന്നുള്ളത് നാട്ടുകാരും ബന്ധുക്കളും ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് അറിയാൻ കഴിയുന്നത്. നടുക്കവും അതുപോലെ തന്നെ വലിയ ഭയത്തോടു കൂടിയുമാണ് ഈ നാട്ടുകാരും അതുപോലെ തന്നെ ബന്ധുക്കളും ഈ നിമിഷം വരെയും നിൽക്കുന്നത്. നിരവധി ആളുകൾ ഇവരുടെ മൃതദേഹം അവസാനമായിട്ട് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നുണ്ട്. അതിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം ഈ സ്ഥലം MLA V ജോയി അടക്കമുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചേരുന്നുണ്ട്. അന്ത്യാഞ്ജലി അർപ്പിച്ചു കഴിഞ്ഞിട്ടും ഈ ആളുകൾ അവിടെ കൂടി നിൽക്കുകയാണ്. അതായത് ഇപ്പോഴും ഈ കൂട്ടക്കൊലപാതകത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് വ്യക്തമാക്കാൻ പോലീസിന് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഞെട്ടൽ നാട്ടുകാർക്കുള്ളിലുമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും മറ്റ് 4 പേരുടെ സംസ്കാര ചടങ്ങുകൾ കൂടി അല്പസമയത്തിനുള്ളിൽ തന്നെ പാങ്ങോട് മദ്രസയിൽ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുവേണ്ടിയുള്ള അവസാനവട്ട ഒരുക്കങ്ങളൊക്കെ തന്നെ മദ്രസയിൽ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ സഫാന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ എലിവിഷം കഴിച്ചു എന്നുള്ള സഫാന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സഫാനെ കൊണ്ടുവന്ന് പരിശോധനകളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത്. സഫാന്റെ ആരോഗ്യത്തിൽ മറ്റ് ഗുരുതര പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ആശുപത്രിയിൽ കിടത്തിയതിന് ശേഷം നാളെ തന്നെ ഈ സഫാനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു തീരുമാനമാണ് പോലീസ് എടുത്തിരിക്കുന്നത്. ചോദ്യം ചെയ്യുമ്പോഴും സഫാൻ പറയുന്ന മൊഴികളിലൊക്കെ തന്നെ വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയാണ് പ്രധാന കാരണമായിട്ട് ഈ സഫാൻ മൊഴിയിൽ നൽകിയിട്ടുള്ളത്. പക്ഷേ ആ മൊഴി പൂർണ്ണമായിട്ടും വിശ്വാസയോഗ്യത്തിലെടുക്കാൻ പോലീസ് ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോഴും ഈ മരണകാരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയാണ്. ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധി സഫാൻ നേരിട്ടിരുന്നു. ഈ ബന്ധുക്കൾ ഈ സൽമ ബീവി ഉൾപ്പെടെ വല്യുമ്മ ഉൾപ്പെടെ അതുപോലെ തന്നെ ലത്തീഫ് സാജിദയുടെ അടക്കം സഹായങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പണം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന് തയ്യാറാകാത്തതിന്റെ ഒരു മുൻവൈരാഗ്യത്തിലാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയിട്ട് ഉള്ളത് എന്നുള്ളതാണ് സഫാൻ മൊഴിയിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ സഹോദരനെയും ഉമ്മയെയും പെൺസുഹൃത്തിനെയും എന്തിനു വേണ്ടിയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണ്. താൻ മരിച്ചുപോയാൽ പെൺസുഹൃത്ത് ഒറ്റയ്ക്കായി പോകും എന്നുള്ളത് കൊണ്ടാണ് പെൺസുഹൃത്തിനെയും കൊന്നത് എന്നുള്ള മൊഴികൾ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ സഫാൻ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ സഹോദരന്റെ മരണം എങ്കിൽ കൂടിയും ഒഴിവാക്കിക്കൂടായിരുന്നു എന്നുള്ള ചോദ്യങ്ങൾ കൂടി അതിനോടൊപ്പം വരികയാണ്. അതല്ല എങ്കിൽ മറ്റ് ലഹരി മരുന്നിന്റെ ഉപയോഗത്തിന്റെ സാധ്യതകൾ അടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇന്നലെ ഈ സംഭവം അറിഞ്ഞതിന് ശേഷം നാട്ടുകാരുടെ ഭാഗത്ത് നിന്നും പലതരത്തിലുള്ള ഈ മൊഴികൾ പ്രതികരണങ്ങളാണ് ഉണ്ടായിരുന്നത്. ചിലർ ഈ സഫാൻ അത്തരത്തിൽ ലഹരി മരുന്നുകളൊന്നും ഉപയോഗിക്കുന്ന ഒരു കുട്ടി ആയിരുന്നില്ല എന്നുള്ളത് പറയുന്നു. എല്ലാവരോടും നല്ല സ്നേഹപൂർവ്വം അങ്ങനെ ആർക്കും ഉപദ്രവമില്ലാത്ത ഒരു യുവാവായിരുന്നു എന്നുള്ളത് കുറച്ചുപേർ പറയുന്നു. ഈവൻ ലഹരി ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്നുള്ള പ്രതികരണങ്ങൾ മറ്റ് ചിലർ നടത്തുന്നുണ്ട്. അത്തരത്തിൽ നാട്ടുകാരുടെ ഉൾപ്പെടെ പ്രതികരണങ്ങളിൽ നിന്നും ഒരു കൃത്യമായിട്ടുള്ള നിഗമനത്തിലേക്ക് എത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ പൊതുവെ അങ്ങനെ ആരോടും വലിയ തരത്തിലുള്ള സംസാരം നടത്താത്ത, വലിയ കമ്പനിയൊന്നും ഇല്ലാതിരുന്ന
വളർന്ന ഒരു വ്യക്തിയായിരുന്നു സഫാൻ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ആ കൂട്ടത്തിൽ തന്നെ ആർക്കും ഉപദ്രവം ഉണ്ടാക്കാത്ത ഒരു യുവാവ് കൂടി ആയിരുന്നു എന്നുള്ളത് കൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. പെട്ടെന്ന് അത് സ്വന്തം രക്തത്തിൽ പെട്ട ആളുകളെയും അതുപോലെ തന്നെ സ്നേഹിച്ചിരുന്ന പെൺ സുഹൃത്തിനെയും കൊല്ലുന്നതിലേക്ക് നയിച്ച കാരണം എന്താണ് എന്നുള്ളതിലാണ് ഒരു നിഗമനത്തിലേക്ക് എത്തേണ്ടത്. എന്തായാലും അന്വേഷണം കൂടുതൽ പോലീസ് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ സഫാൻ നൽകിയിരിക്കുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധനകളും കൂടുതൽ ചോദ്യം ചെയ്യലുകളും നടത്തേണ്ടതായിട്ടുണ്ട്. അതിന് സഫാനെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതായിട്ടുണ്ട്. അതിന് ശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവുക. എന്തായാലും ഈ കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങുകൾ, മറ്റ് 4 പേരുടെ സംസ്കാര ചടങ്ങുകളാണ് ഇനിയിപ്പോൾ നടക്കാനുള്ളത്. ഫർസാനയുടെ സംസ്കാര ചടങ്ങ് നടന്നിട്ടുണ്ടായിരുന്നു. മറ്റ് 4 പേരുടെയും സംസ്കാര ചടങ്ങുകൾ പാങ്ങോട് മദ്രസയിൽ ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയുന്നത്. വലിയ ഞെട്ടലോടെ, വലിയ ആശങ്കയോടെ, വലിയ ദുഃഖത്തിലാണ് ഇപ്പോഴും വെഞ്ഞാറമൂട്ടിലെ നാട്ടുകാർ അടക്കമുള്ളത്, ഇവരുടെ ബന്ധുക്കൾ അടക്കം ഇപ്പോഴും ഉള്ളത്. വെഞ്ഞാറമൂട്ടിലെ നാട്ടുകാർ എന്ന് സൂര്യഗായത്രി പറയുമ്പോൾ ആ നാട്ടുകാരുടെ കൂട്ടത്തിൽ ഇതേപോലെയുള്ള അർഫാൻമാർ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ നാട്ടുകാരിൽ അർഫാൻമാർ കൂടി ഉൾപ്പെടുന്നു. മറ്റേതൊക്കെയോ അഫാൻമാർ നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട്, അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ വലിയ ദുഃഖത്തിലാണ് നാട്ടുകാർ എന്ന് പറയുന്നത് എന്നുള്ള വലിയ പ്രശ്നമാണ് ഈ വാർത്ത മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ചിലരെങ്കിലും തിരിച്ചു ചോദിച്ചു എന്ന് വന്നേക്കാം, അല്ലെങ്കിൽ ചിലരെങ്കിലും ഇങ്ങനെ ആലോചിച്ചു എന്ന് വന്നേക്കാം. സൂര്യഗായത്രി സൂചിപ്പിക്കുകയുണ്ടായി, ഈ ഫർസാനയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത് പാവം ഫർസാന, ഈ ബാക്കി എല്ലാവരും മരിച്ചു പോയി കഴിഞ്ഞാൽ ഫർസാന ഒറ്റപ്പെടുമല്ലോ എന്നുള്ള അഫാന്റെ കരുണാമയമായ ആ നിരീക്ഷണമാണ്. എന്തൊരു മനുഷ്യത്വമായിരുന്നു അഫാന്. ഫർസാന എന്ന പെൺകുട്ടി ആരുമില്ലാതെ ഈ ഭൂമിയിൽ ഒറ്റയ്ക്കായി പോകുമല്ലോ എന്നുള്ള കാരുണ്യം കൊണ്ട്, പരമകാരുണ്യം കൊണ്ട് അങ്ങനെ ചുറ്റിക്കടിച്ച് കൊന്നു. അതുകൊണ്ട് അഫാനൊപ്പം നിൽക്കണം, സ്റ്റാൻഡ് ഫോർ അഫാൻ എന്നൊക്കെയുള്ള ടാഗ് ലൈനുകൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചില ആളുകൾ കൂടി ഉൾപ്പെടുന്ന രീതിയിലേക്ക് ഈ സമൂഹം മാറിപ്പോയിട്ടുണ്ടോ എന്നുള്ളത് കൂടി ഈ വാർത്തയുടെ മറ്റൊരു വശമായിട്ട് നാം കാണേണ്ടതുണ്ട്. സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്. ഈ ക്രൂരമായ കൊലപാതകത്തിൽ കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു, അതിനുള്ള ഒരുക്കങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ചുറ്റിക കൊണ്ട് അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഫർസാനയുടെ മൃതദേഹം സംസ്കരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയും സൂര്യഗായത്രി നൽകിയിരിക്കുന്നു. ഈ കൂട്ടക്കൊലയിൽ ഇരയായ ലത്തീഫും ഭാര്യ സാജിദയും കൊല്ലപ്പെട്ട വിവരം നാട്ടുകാർ അറിഞ്ഞത് ഇന്നലെ വൈകിട്ടാണ് എന്നാണ് വാർഡ് കൗൺസിലർ പറയുന്നത്. പ്രതിയായ അഫാനെ നാട്ടുകാർക്ക് കണ്ടുപരിചയമില്ല. കൊല്ലപ്പെട്ട ലത്തീഫ് നാട്ടുകാരുമായി നല്ല അടുപ്പമുള്ള വ്യക്തിയാണ് എന്ന് വാർഡ് കൗൺസിലർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ന്യൂ ജനറേഷൻ ആണല്ലോ, നമ്മൾ അവരുമായിട്ട് അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല. മാത്രമല്ല പുള്ളി ഔട്ട്സൈഡിലൊക്കെ നേരത്തെ വാപ്പാരെ കൂടെ ഒപ്പം പോയി നിന്നു എന്നൊക്കെ ഉള്ളതാണ് നാട്ടിലെ കിട്ടിയ നമുക്കുള്ള അറിവ്. അയൽക്കാരറിഞ്ഞിട്ടില്ല. പോലീസ് വന്നതിന് ശേഷമാണ് അയൽക്കാരറിഞ്ഞിട്ടുള്ളത്. വളരെ സമാധാനപരമായി ജീവിക്കുന്ന ഒരു ഫാമിലി, ആളുകളോട് ആർക്കും ഒരു ബുദ്ധിമുട്ടും തോന്നാത്ത ഒരു ഫാമിലി. ഒരു പ്രശ്നവും ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇവിടെ ഇല്ല, ഇദ്ദേഹത്തെ സംബന്ധിച്ചുമില്ല. പിന്നെ മറ്റ് ഫാമിലിക്കകത്തുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും നാളെ ഇതുവരെ ഒരു ചർച്ച വന്നിട്ടുമില്ല. വാർഡ് കൗൺസിലറുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ആ വാർഡ് കൗൺസിലർ തന്നെ പറയുന്നു, ന്യൂ ജനറേഷൻ ആണല്ലോ, ഞങ്ങൾക്ക് വലിയ ബന്ധമില്ല എന്ന്. ഭരണാധികാരികൾക്ക് നമ്മുടെ നാട്ടിലെ പുതിയ തലമുറയോട് ബന്ധം ഇല്ലാതെ പോകുന്നുണ്ടെങ്കിൽ അത് ഗുരുതരമായൊരു പ്രശ്നമല്ലേ? കാരണം പുതുതലമുറ കൂടി ഉൾപ്പെടുന്നവർ ആണ് വോട്ടർമാരായിട്ട് മാറേണ്ടത്. പുതുതലമുറയുടെ ഭാഗത്ത് നിന്നുള്ള വോട്ടിംഗ് ശതമാനത്തിൻ്റെ എണ്ണത്തിൽ കുറവ് വരുന്നുണ്ടോ? നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥിതിയോടക്കമുള്ള കാര്യങ്ങളിൽ പുതിയ തലമുറയ്ക്ക് താല്പര്യമില്ലാതെ വരുന്നുണ്ടോ? അരാഷ്ട്രീയമായ ഒരു പുതുതലമുറയാണോ വളർന്നുകൊണ്ടിരിക്കുന്നത്? അവരോട് ബന്ധമില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അവരോട് അടുക്കാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരുടെ മനോഗതി എന്താണ് എന്ന് തിരിച്ചറിയാനും കഴിയുന്ന രീതിയിൽ മുതിർന്നവർക്ക് കഴിയുന്നില്ല എങ്കിൽ ആ മുതിർന്നവർ തന്തവൈബിൽപ്പെട്ടവർ എന്ന് പറഞ്ഞ് അകറ്റി നിർത്തപ്പെടുകയാണെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം ന്യൂ ജനറേഷൻ എന്നും തന്തവൈബിൽപ്പെട്ടവരെന്നും രണ്ടായി തിരിഞ്ഞു മാറി നിൽക്കേണ്ട അവസ്ഥയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നാം പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് ഈ നിമിഷവും